أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار. وعد الله لا يخلف الله الميعاد. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما. إن في ذلك لذكرى لأولي الألباب. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, സൂറത്തു സുമറിലെ 19 ആയത്തുകളാണ് നാം ഇതുവരെ പഠിച്ചത്. 19ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ ശക്തമായിരിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ ആയത്തുകളും കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്ത ആളുകൾ അവരുടെ ശിക്ഷ സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണ്. അത്തരം അള്ളാഹുവിൻ്റെ ശിക്ഷ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ ആളുകളെ നേർമാർഗത്തിലാക്കാൻ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് കഴിയോ നബിയെ? അവരെ ഹിദായത്തിലാക്കാൻ? അള്ളാഹുവിൻ്റെ ശിക്ഷ സ്ഥിരപ്പെട്ട് കഴിഞ്ഞവരെ ഹിദായത്തിലാക്കാൻ, നേർമാർഗത്തിലാക്കാൻ അങ്ങേക്ക് കഴിയുമോ? കഴിയില്ലല്ലോ. അങ്ങനെ അവരെ ഹിദായത്തിലാക്കാൻ, നേർമാർഗത്തിലാക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നുവെങ്കിൽ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു അങ്ങേക്ക്. നരകത്തിലുള്ളവരെ പിന്നെ എങ്ങനെയാണ് നബിയെ അങ്ങ് രക്ഷപ്പെടുത്തുക എന്ന ചോദ്യമാണ്. അഥവാ നമ്മുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണെന്നും ഒരാളും അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് പോലും ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുവാനോ ആരെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനോ കഴിയില്ല എന്ന ശക്തമായ ഒരു താക്കീതാണ്, ഒരു പാഠമാണ് 19ാമത്തെ ആയത്തിൽ. എന്നാൽ 20ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങൾ കേട്ട് അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന വിശ്വാസികളാകുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹീതപൂർണമായ സ്വർഗത്തിന്റെ സന്തോഷങ്ങളെക്കുറിച്ചാണ് 20ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد. لكن പക്ഷേ الذين اتقوا സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ, റബ്ബഹും അവരുടെ റബ്ബിനെ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിരോധനകളിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ, ലഹും അവർക്കുണ്ട്, ഉറഫ് ഉന്നതമായ അറകൾ അല്ലെങ്കിൽ മണിമാളികകൾ എന്നൊക്കെ പറയും. ഉറഫ് റൂം അവർക്കുണ്ട്. മിൻ ഫൗഖിഹ അതിൻ്റെ മീതെയുണ്ടായിരിക്കും, ആ മണിമാളികയുടെ മുകളിൽ ഉണ്ടായിരിക്കും ഉറഫ് മണിമാടങ്ങൾ വേറെയും ഉണ്ട്. അപ്പൊ ഒന്നിനു മീതെ ഒന്നായി ഉള്ള അറകളുണ്ട്, മണിമാളികകളുണ്ട്. മബിനീയത്തുൻ കെട്ടിയുണ്ടാക്കപ്പെട്ട. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് തട്ടുതട്ടായി മേൽക്കുമേലെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില മണിമാളികകൾ നാളെ സ്വർഗത്തിലുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രി ഒഴുകും, മിൻ തഹ്തിഹ അതിന്റെ അടിയിൽ കൂടി.
ആ റൂമിന്റെ ആ മണിമാളികയുടെ താഴ്ഭാഗത്തുകൂടെ ഒഴുകും അൽ അൻഹാറു നദികൾ. വഅദല്ലാ അല്ലാഹുവിന്റെ വാഗ്ദാനം, ലാ യുഖ്ലിഫുല്ലാഹു ലംഘിക്കുകയില്ല, അൽ മിആദ് വാഗ്ദാനം അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. വിശ്വാസികളായ ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മഹത്തായ സന്തോഷ വാർത്ത, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ ആരാണോ അവർക്കാണ് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റൂമുകൾ, മണിമേടകൾ ഉള്ളത്. അവയുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആ സ്വർഗം കിട്ടും, ആ മണിമാളിക അവർക്ക് ലഭ്യമാവുക തന്നെ ചെയ്യുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മുടെ വാഗ്ദാനങ്ങൾ പോലെയല്ല. ഒരിക്കലും വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവനാണ് റഹ്മാനായ റബ്ബ്. അള്ളാഹു എന്ത് വാഗ്ദാനം നൽകിയോ അത് ലഭ്യമാവുക തന്നെ ചെയ്യും. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അള്ളാഹു വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല എന്ന സന്തോഷ വാർത്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നതി ലഗുറഫ, തീർച്ചയായും സ്വർഗ്ഗത്തിൽ ചില മണിമാടങ്ങളുണ്ട്, ചില റൂമുകളുണ്ട്. എന്താണ് ആ റൂമിന്റെ പ്രത്യേകത? യുറാബു തൂനുഹാ മിൻ ളുഹൂരിഹാ വളുഹൂറുഹാ മിൻ ബുതൂനിഹാ, അവയുടെ പുറഭാഗം ഉള്ളിൽ നിന്ന് കാണപ്പെടും, അതിന്റെ പുറത്തുള്ളതെല്ലാം അതിന്റെ ഉള്ളിൽ നിന്ന് കാണപ്പെടും, അതിന്റെ ഉൾഭാഗം പുറമെ നിന്നും കാണപ്പെടും. അങ്ങനെയുള്ള ഒരു റൂം, ഒരു മണിമാടം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത സ്വഹാബത്തിനെ അറിയിച്ചപ്പോ, സ്വർഗത്തിനോട് വല്ലാത്ത താല്പര്യമുള്ള, സ്വർഗത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന, ആ സ്വർഗത്തിലെത്താൻ എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ലിമൻ ഹയ്യ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ആർക്കാണ് ആ ഉന്നതമായ മണിമാടം കിട്ടുക? ആർക്കാണ് ആ റൂം ലഭ്യമാവുക? അതിന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, ലിമൻ അത്വാബൽ കലാമ വഅത്അമ അത്അമ വസല്ലാ ബില്ലൈലി വന്നാസു നിയാമുൻ. ആർക്കാണത്? ഒന്നാമത്തേത് ലിമൻ അത്വാബൽ കലാമ, സൗമ്യമായി സംസാരിക്കുന്ന ആളുകൾ, ആരോടും കയർക്കാതെ, ദേഷ്യപ്പെടാതെ, അസൂയയും പൊങ്ങച്ചവും പരദൂഷണവും ഇല്ലാതെ, കളവുകളില്ലാതെ സൗമ്യമായി സംസാരിക്കുകയും അതേ പ്രകാരം ഭക്ഷണം ദാനം ചെയ്യുകയും പട്ടിണി പാവങ്ങളെ സഹായിക്കുകയും അതേ പ്രകാരം തുടരെ നോമ്പ് പിടിക്കുകയും ജനങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ രാത്രി നമസ്കാരം നടത്തുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ആ സ്വർഗത്തിന്റെ ഉന്നതമായ ആ മണിമാടം ലഭ്യമാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഈ സ്വർഗം കിട്ടുമെന്നത്. പക്ഷേ ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? നല്ല അധ്വാനം ഉണ്ടാകണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കണം, അവന്റെ വിരോധനകളിൽ നിന്ന് വിട്ടുനിന്ന് യഥാർത്ഥ മുത്തഖീങ്ങളായാലേ ആ സ്വർഗത്തിൽ എത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. നിത്യവും കണ്ട് അനുഭവിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങൾ എടുത്തുധരിച്ചുകൊണ്ട്, മനുഷ്യരെ, എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിട്ടും, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടും എന്തേ മനുഷ്യരെ നിങ്ങൾ പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങാത്തത്? അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നാണ് റബ്ബിന്റെ ചോദ്യം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, അലം തറ, നീ കണ്ടില്ലേ നബിയെ, നീ കണ്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രമല്ല, നമ്മളോട് ചോദിക്കണം, നമ്മോടുമാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. കാണുന്നില്ലേ നീ? അന്നല്ലാഹ അൻസല, തീർച്ചയായും അല്ലാഹു ഇറക്കിയിരിക്കുന്നു, മിനസ്സമായി, ആകാശത്ത് നിന്ന് അല്ലാഹു ഇറക്കിയിരിക്കുന്നു, മാഅൻ, വെള്ളത്തെ ഇറക്കുന്നത് കാണുന്നില്ലേ നീ? ഫസലകഹു, എന്നിട്ട് ആ ആകാശത്ത് നിന്ന് ഇറക്കിയ വെള്ളത്തിനെ അല്ലാഹു സലക, അവൻ പ്രവേശിപ്പിക്കുന്നു, യനാബിഅ ഫിൽ അർളി, ഭൂമിയിലെ ഉറവിടങ്ങളിൽ. ആകാശത്ത് നിന്ന് അല്ലാഹു ഇറക്കുന്ന വെള്ളത്തിനെ ഭൂമിയിലെ ഉറവിടങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് ആ പ്രവേശിപ്പിച്ച ആ വെള്ളം മുഖേന സുമ്മ യുഖ്രിജു, പിന്നീട് അവൻ പുറപ്പെടുവിപ്പിക്കുന്നു, ഉൽപാദിപ്പിക്കുന്നു, ബിഹി, ആ വെള്ളം മുഖേന. എന്തിനെ? സർഅൻ, വിളകളെ, കൃഷികളെ, അത് മുഖേന അല്ലാഹു തആല ഉൽപാദിപ്പിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? എങ്ങനെയുള്ള വിളകളാണ്, എങ്ങനെയുള്ള സസ്യങ്ങളാണ്, കൃഷികളാണ്? മുഖ്തലിഫൻ അൽവാനുഹു, അതിന്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമാണ്. ഒരേ മണ്ണിലാണ്, ഒരേ കൃഷിഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്, ഒരേ സ്ഥലത്താണ് ഉള്ളത്, പക്ഷേ അതിന്റെ നിറം വ്യത്യസ്തമാണ്, അതിന്റെ രുചി വ്യത്യസ്തമാണ്, അതിന്റെ ടേസ്റ്റ് വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്.
മുഖ്തലിഫൻ അൽവാനുഹു, അതിന്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമായ വിളകളെ അത് മുഖേന ഉൽപാദിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ? എന്നിട്ട് പിന്നീട് സുമ്മ യഹീജു, പിന്നീട് അത് ഉണങ്ങുന്നു. എല്ലാ കാലവും അതേപോലെ തന്നെ ആ കൃഷികൾ, ആ വിളകൾ അവിടെ പച്ചപ്പോടുകൂടെ നിൽക്കുന്നില്ല. സുമ്മ യഹീജു, പിന്നീട് അത് ഉണങ്ങുന്നു. ഉണങ്ങിയാൽ ഫതറാഹു, നിനക്ക് കാണാം മുസ്ഫറ, അത് മഞ്ഞവർണ്ണം പൂണ്ടതാണ്. അതുവരെ പച്ചയായിരുന്നു, നല്ല പച്ചപ്പോടുകൂടെ നിന്നത്, പിന്നീട് അത് ഉണങ്ങുമ്പോൾ അതിന്റെ നിറം മാറി മഞ്ഞവർണ്ണം പൂണ്ടതായി നിനക്ക് കാണാം. എന്നിട്ട് അല്ലാഹു പറയാം സുമ്മ യജ്അലഹു, പിന്നീട് അവൻ അതിനെ ആക്കുന്നു ഹുതാമൻ, വൈക്കോൽ തുരുമ്പാക്കി മാറ്റുന്നു. ആ പച്ചയുള്ള അതിനെ വൈക്കോൽ തുരുമ്പാക്കി മാറ്റുന്നു. ഈ മാറി മാറി വരുന്ന ഒരേ ഭൂമിയിൽ നിന്ന് വന്നത് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഭാവഭേദങ്ങളോടുകൂടെ മാറുന്നത് കാണുന്നില്ല നീ? ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ഈ മാറ്റങ്ങളിലൊക്കെയുണ്ട്, ലദിക്റ, സ്മരണയുണ്ട്, പാഠങ്ങളുണ്ട്, ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ധാരാളം പാഠങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കൃഷിയിടങ്ങളും സസ്യങ്ങളൊക്കെ ഞാനും നിങ്ങളും കാണുന്നവരാണ്. ഒരിക്കൽ നടന്നു പോകുമ്പോൾ നല്ല പച്ചപ്പുള്ളതാണെങ്കിൽ കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞ് അതിലൂടെ നടന്നു പോകുമ്പോൾ അതെല്ലാം വൈക്കോൽ തുരുമ്പുകളായി മാറിയിട്ടുണ്ടാകും. ഇതിലൂടെ അല്ലാഹു പറയുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് എന്നതാണ്. എന്താണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം? യതദക്കറൂന ബിഹാദാ, ഇതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ഈ ദുന്യാവെന്ന് പറയുന്നത്, ദുന്യാവിലേക്ക് നമ്മൾ വരുമ്പോൾ ശിശുക്കളായി വന്നു, അന്ന് നമുക്കൊന്നിനും കഴിയാത്തവരായിരുന്നു. പിന്നീട് വളർന്നു വലുതായി യുവത്വത്തിന്റെ പ്രസരിപ്പ് വന്നു, നമ്മുടെ തൊലികളും നമ്മുടെ ആരോഗ്യവുമെല്ലാം നല്ല സമ്പുഷ്ടമായിരുന്നു. ആരൊന്ന് കാണാനും ഒന്ന് തൊട്ടു നോക്കാനും പറ്റാവുന്ന രീതിയിലുള്ള നല്ല സുന്ദരന്മാരായിരുന്നു, സുന്ദരികളായിരുന്നു. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ സുമ്മ തഊദു അജൂസൻ, പിന്നീട് അവർ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. അവരുടെ തൊലികളെല്ലാം ചുക്കിച്ചുളിഞ്ഞ്, മുടികളെല്ലാം നരകൾ ബാധിച്ച്, കളറുകളെല്ലാം മാറി, ആ യുവത്വം, ആ ചെറുപ്പം അത് അജൂസിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് വഴിമാറുന്നു. വശാബു യഊദു ശൈഖ, യുവത്വം പ്രായമുള്ളവരായി, വാർദ്ധക്യ വയസ്സന്മാരായി മാറുന്നു. എന്നിട്ട് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? ഇതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട മനുഷ്യരെ ഞാനും നിങ്ങളുമൊക്കെ. ഈ കൃഷി പോലെ ആദ്യം പച്ചയായിരുന്നു, പിന്നീട് അത് ഉണങ്ങി, പിന്നെ അത് വൈക്കോൽ തുരുമ്പായി, അത് നാൽക്കാലികൾ ഭക്ഷിക്കുന്ന അവരുടെ ഭക്ഷണമായി മാറി. ഇതേപോലെ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ ഈ യുവത്വം കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കേണ്ടതില്ല. നമ്മുടെ ഈ നിറം മാറും, നമ്മുടെ ഈ ആരോഗ്യം ക്ഷയിക്കും. അങ്ങനെ ഒന്നിനും പറ്റാത്തവരായി നമ്മൾ മാറും. വാർദ്ധക്യത്തിലേക്ക് ഒരു കഴിവും ഇല്ലാത്തവരായി നമ്മൾ മാറും. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരണമടയും. ആ മരണമടഞ്ഞ് 6 അടി ആഴമുള്ള ഖബറിൽ നമ്മൾ എത്തും. അവിടെ ചിതലും പുഴുക്കളും ഒക്കെ ആയിരിക്കും നമ്മുടെ ശരീരം ഭക്ഷിക്കാൻ വരിക എന്ന മഹത്തായ ഒരു പാഠം. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത് ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുള്ള വകയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഫമൻ, ഒരുവനാണോ ശറഹല്ലാഹ്, അല്ലാഹു തആല വികാസം നൽകിയിരിക്കുന്നു, അല്ലാഹു വിശാലത നൽകിയിരിക്കുന്നു, സ്വദറഹു, അവന്റെ ഹൃദയത്തിന്, സ്വദർ ഹൃദയം, നെഞ്ച്, ശറഹ വികാസം നൽകി, വിശാലത നൽകി. എന്തിലേക്ക്? ലിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് വിശാലത നൽകി. അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാമി, ഏതൊരുവന്റെ ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ അല്ലാഹു വിശാലത നൽകിയോ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, ഫഹുവ, എന്നിട്ട് അവൻ, അലാ നൂരിൻ, പ്രകാശത്തിലാണ്, നൂറ് പ്രകാശം, മിർ റബ്ബിഹി, തന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലാണ്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുകയും ചെയ്തുവോ? അല്ലാഹു ഇത് ചോദിക്കുന്നത് ഹൃദയം കടുത്തു പോയ ആളുകളെ പോലെയാണോ, ഹൃദയം ദുഷിച്ചു പോയ ആളുകളെ പോലെയാണോ ഈ ആള് എന്നാണ്. അല്ലാഹു തആല ഇസ്ലാമിലേക്ക് ഹൃദയം വിശാലത കൊടുത്തിട്ടുള്ള ആളുകൾ തെറ്റുകൾ ഒരുപാട് ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടാകും. ആ തെറ്റുകളിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങി, ഇനി ഞാൻ തെറ്റുകളിലേക്ക് പോവുകയില്ല, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല, കാണില്ല, കേൾക്കുകയില്ല എന്ന് തീരുമാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് വരാൻ, തൗഹീദിലേക്ക് വരാൻ മനസ്സ് കൊടുത്തിട്ടുള്ള, വിശാലത കൊടുത്തിട്ടുള്ള ആളുകൾ, അവർ അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു. ഇങ്ങനെയുള്ള ഒരാളും, എന്നിട്ട് അല്ലാഹു തആല പിന്നീട് പറയുന്നത് ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്
ഫവൈലുൽ ലിൽ ഖാസിയത്തി, ഫവൈലുൻ അപ്പോൾ നാശമാണ്, ലിൽ ഖാസിയത്തി, ഖാസിയത്ത് കടുത്തുപോയവർ, വല്ലാതെ കടുകടുത്തു പോയവർ. എന്ത്? ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കടുകടുത്തു പോയിട്ടുണ്ട്. മിൻ ദിക്രില്ല അള്ളാഹുവിന്റെ സ്മരണകളെ സംബന്ധിച്ച് അവരുടെ ഹൃദയങ്ങൾ കടുകടുത്തു പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്ന് ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകൾ ഫവൈലുൻ അവർക്ക് നാശമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഉലൈക അക്കൂട്ടരാകുന്ന ആളുകൾ ഫീ ളലാലിൻ മുബീൻ അവർ പ്രത്യക്ഷമായ വ്യക്തമായ വഴിപിഴവിലാണ്, ദുർമാർഗത്തിലാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ലാതെ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ സമയമില്ലാതെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ, അത് ഓതാതെ താന്തോന്നികളായി ജീവിച്ച് ഹൃദയം കടുത്തുപോയ, അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് ഹൃദയം കടുത്തുപോയ ആളുകൾക്ക് നാശമുണ്ട്. അവർ വ്യക്തമായിരിക്കുന്ന ളലാലത്തിലാണ്, വ്യക്തമായിരിക്കുന്ന വഴിപിഴവിലാണ്. അങ്ങനെയുള്ള ആളുകളും ഇസ്ലാമിലേക്ക് വികാസം നൽകിയിട്ടുള്ള അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രകാശം ലഭ്യമായ വിശ്വാസികളും ഒരുപോലെയാകുമോ? അല്ല, അവർ രണ്ടുപേരും ഒരുപോലെയല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രകാശത്തിലായി, അള്ളാഹുവിന്റെ ദിമ്മത്തിലായി, അവന്റെ കാവലിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവരായി മാറണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടായി മാറണം, യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. ഒരിക്കലും അള്ളാഹുവിന്റെ ശാപത്തിനും അവന്റെ കോപത്തിനും, അതേ പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നാശമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്ന് ഹൃദയം കടുകടുത്തു പോയ, റബ്ബിന്റെ ശാപമുള്ള, അവന്റെ നാശമുള്ള ഏറ്റവും വലിയ വഴിപിഴവിലാണെന്ന് റബ്ബ് തആല പഠിപ്പിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങളെ തെന്നിമാറുന്നത് ഏറെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.